ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലോഗോ ആണ് നിർമ്മിക്കാൻ പോകുന്നത്. ദിനാചരണങ്ങളുടെ ഭാഗമായി ലോഗോകൾ നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഈ ലോഗോകൾ ചിത്രങ്ങളിൽ മുകളിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അതിനായി നമ്മൾ ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ പിക്സ് എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ എഡിറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യാം, കൊളാഷുകൾ ഉണ്ടാക്കാം, ബാക്ക്ഗ്രൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം, ലോഗോ ഉണ്ടാക്കാം. ഫോട്ടോ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എഡിറ്റ് എ ഫോട്ടോ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏത് ദിനാചരണമാണോ വരുന്നത് അതിനോട് യോജിച്ച ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് നേരത്തെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ശേഷം ഇവിടെ എഡിറ്റ് എ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ചിത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സെലക്ട് ചെയ്ത ചിത്രം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ആദ്യം ഒന്ന് ഒഴിവാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഡ്രോ എന്ന ടൂൾ ഉപയോഗിക്കുന്നു. ശേഷം എനിക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഞാൻ മായ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ ബ്രഷിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഞാനത് മാറ്റി വൈറ്റ് ആക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ വെള്ള ബ്രഷ് കൊണ്ടാണ് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്യുന്നത്. വെള്ള ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എല്ലാം റിമൂവ് ചെയ്യാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൂം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുകയായിരിക്കും ഇപ്പോഴും നല്ലത്. ഞാൻ ഒഴിവാക്കിയ ശേഷം മുകളിലെ ടിക്ക് മാർക്ക് നൽകുക. ചിത്രം ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണ്ട ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി ടി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേൾഡ് എൻവയോൺമെൻറ്റൽ 2021. ഓക്കെ, ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ആ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് നമ്മുടെ ചിത്രത്തിന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ സെലക്ഷനുള്ളിലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇവയെ റൊട്ടേറ്റ് ചെയ്യാനും വലുതാക്കാനൊക്കെ സാധിക്കും. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ, ടെക്സ്റ്റിനെ സൂം ചെയ്ത് വയ്ക്കാം, എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഇങ്ങനെ ഈ പറയുന്ന ചിത്രത്തിനുള്ളിലേക്ക് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സ്ട്രോക്കുകൾ നൽകാം. സ്ട്രോക്ക് സെലക്ട് ചെയ്ത് സ്ട്രോക്ക് നൽകി. സ്ട്രോക്ക് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള സ്ട്രോക്കുകൾ നൽകാവുന്നതാണ്. ശേഷം ഞാൻ ഇതിനെ ഒരു ഷാഡോ കൊടുക്കുകയാണ്. ചെറിയൊരു ഷാഡോ നൽകി. ഓക്കെ, എനിക്ക് തോന്നുകയാണ് ഇതിൻ്റെ നിറം മാറ്റണമെങ്കിൽ ഈ നിറം മാറ്റാൻ നമുക്കിവിടെ കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. കളർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള നിറം നൽകാവുന്നതാണ്. ഒരു ഫ്ലോറസെൻ്റ് കളർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്ത ടെക്സ്റ്റ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ ടിക്ക് മാർക്ക് നൽകുക. ദെൻ വീണ്ടും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. GHSSK ഷോർട്ട് ഫോം ടൈപ്പ് ചെയ്യാം. അതായത് പൂർണ്ണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ GHSSK എന്ന് കൊടുത്തു. ഈ ടെക്സ്റ്റ് ഇവിടെ താഴെ കൊണ്ടുവന്ന് വെച്ചു. ഇതിൻ്റെ നിറം വൈറ്റ് ആണ്. ഞാനിവിടെ സ്ട്രോക്ക് കൊടുത്തു. ഞാൻ വെള്ള ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോയുടെ മുകളിൽ വയ്ക്കുമ്പോൾ സ്കൂളിൻ്റെ പേര് ഒന്ന് ഉദിച്ച് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം ഈ ടെക്സ്റ്റിന് നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ടെക്സ്റ്റിനെ ക്രമീകരിക്കുക. ചെറിയൊരു ഷാഡോ കൊടുക്കാം. ഓക്കെ, ഷാഡോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിനെ ബെൻഡ് ചെയ്യണമെങ്കിൽ ബെൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടെക്സ്റ്റിൻ്റെ ബെൻഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാവുന്നതാണ്. ലെങ്ത്ത് കൂടിയ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആർച്ച് പോലെയൊക്കെ സ്കൂളിൻ്റെ കമാനത്തിന് മുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ ലോഗോയിലേക്ക് വേണ്ട ചിത്രം സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മളിതിവിടെ സേവ് ചെയ്യുന്നു. മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ ആക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു ചിത്രമായി നമുക്കൊരു പോസ്റ്ററൊക്കെ ഇത്തരത്തിൽ ഉണ്ടാക്കാം. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആവും. പക്ഷേ എൻ്റെ ഉദ്ദേശം ഇതൊരു ലോഗോ ആക്കി മാറ്റാനാണ്. ലോഗോ ആക്കി മാറ്റുമ്പോൾ ഈ ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള നിറങ്ങളെല്ലാം എനിക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ ചിത്രം ഒന്ന് സേവ് ചെയ്യുന്നു. മുകളിലൊരു താഴേക്കുള്ള ഏരോ മാർക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് നേരിട്ട് ഇത് സേവ് ആവും. റൈറ്റ് സൈഡിലേക്കുള്ള ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഷെയർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഗാലറിയിലേക്കും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഗാലറിയിൽ പോയി പിക്സ് ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ചിത്രം അവൈലബിൾ ആണ്. നമ്മുടെ ഉദ്ദേശം ബാക്ക്ഗ്രൗണ്ടിലുള്ള നിറങ്ങളെല്ലാം എനിക്ക് റിമൂവ് ചെയ്യണം. ഇന്ന ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്ലിക്കേഷനാണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് ലോഡ് ഫോട്ടോ ഉണ്ടായിരിക്കും. ആ ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ചിത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഗാലറിയിലെ ചിത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ക്രോപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഡൺ കൊടുക്കുന്നു. ശേഷം ഇവിടെ ഓട്ടോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓട്ടോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിന് മുകളിലായിട്ട് ഒരു റൗണ്ടിൽ ഒരു പ്ലസ് ഐക്കൺ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ വിരലുകൊണ്ട് ഏത് നിറത്തിലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഐക്കൺ കൊണ്ടുവന്ന് വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെയുള്ള നിറം പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുന്നു പോകും. നമുക്ക് അൺഡു ചെയ്യാൻ വേണ്ടി ഇവിടെ അൺഡു ഓപ്ഷൻ ഉണ്ട്. ഇത് അൺഡു ചെയ്യാം. റീഡു ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ആണോ വേണ്ടതെങ്കിൽ ഒഴിവാക്കേണ്ടതെങ്കിൽ ഗ്രീനിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു, ജസ്റ്റ് വിടുന്നു, ഗ്രീൻ ഒഴിവാകുന്നു. അൺഡു ചെയ്യാൻ അൺഡു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ ഒരു വൈറ്റ് കളേഴ്സ് ഉണ്ട്, അതും ഒന്ന് ഇതുപോലെ റിമൂവ് ചെയ്യാം. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണിത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇവിടെയും കുറച്ചുണ്ട്, ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് റിമൂവ് ചെയ്തത്. ഇതിനിടയിലുണ്ട്, നമ്മൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഏത് നിറത്തിലാണോ വെക്കുന്നത് ആ നിറമായി യോജിച്ചിട്ടുള്ള മറ്റു നിറങ്ങളെല്ലാം റിമൂവ് ആയി പോകും. പരമാവധി സൂം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് എഡിറ്റിംഗ് ആണ്. ഇതിൻ്റെ മാനുവൽ എഡിറ്റിംഗ് ഉണ്ട്. മാനുവലാണെങ്കിൽ നമ്മൾ സൂക്ഷ്മതയോടെ സാവധാനം എഡിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, നമ്മൾ കുറച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിടയിലുള്ള ഈ ഭാഗം നമുക്ക് കളയാൻ നമുക്കൊരു മാനുവൽ ബ്രഷ് എടുക്കാം. മാനുവൽ ബ്രഷ് എടുത്ത ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. മാനുവൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ ഒരുവിധം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഡൺ ഓപ്ഷൻ കൊടുക്കുക. ഡൺ ഓപ്ഷൻ കൊടുത്ത ശേഷം ഇത് സ്മൂത്ത്, ഇതിൻ്റെ എഡ്ജിൻ്റെ സ്മൂത്താണ് ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ 0, 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ സേവ് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വാട്സാപ്പ് സ്റ്റിക്കറായിട്ടോ ഞാനൊരു ഇമേജായിട്ട് സേവ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് ഇത് സേവ് ആയിട്ടുണ്ട്. ഗാലറിയിൽ പോയി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസറിൻ്റെ ഫോൾഡർ നോക്കാം. ഓക്കെ, നമ്മുടെ ലോഗോ തയ്യാറായി കഴിഞ്ഞു. ഇനി എങ്ങനെ ഈ ലോഗോ ഒരു ചിത്രത്തിന് മുകളിൽ ഉൾപ്പെടുത്തുമെന്ന് നോക്കാം. അതിനായി വീണ്ടും നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം എഡിറ്റ് ഫോട്ടോ എടുക്കുന്നു. നമുക്ക് ഒരു കുട്ടി അയച്ചെന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ഇതിന് മുകളിലാണ് നമ്മൾ ലോഗോ വെക്കേണ്ടത്. അതിനുവേണ്ടി താഴെയുള്ള ഓപ്ഷനിലെ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക. ദെൻ ഗാലറിയിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ലോഗോ നമ്മുടെ ചിത്രത്തിന് മുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം എവിടെയാണോ ക്രമീകരിക്കേണ്ടതെങ്കിൽ അവിടെ ആ ലോഗോ ക്രമീകരിക്കാവുന്നതാണ്. ഈ ലോഗോയുടെ ബോർഡർ നമുക്ക് മാറ്റാവുന്നതാണ്. ബോർഡർ ഓപ്ഷൻ ഉണ്ട്. ബോർഡർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡറിൽ നമുക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി അതല്ല, നമുക്ക് വേറെ നിറങ്ങൾ കൊടുക്കണമെങ്കിൽ വേറെ നിറങ്ങൾ കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്ത് ഡിഫറൻ്റ് ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അനുയോജ്യമാവുന്ന പൊസിഷനിൽ ഈ ചിത്രം, ഈ ലോഗോ സെറ്റ് ചെയ്ത് വയ്ക്കാം. ലോഗോ സെറ്റ് ചെയ്ത് വെച്ച ശേഷം മുകളിൽ ടിക്ക് മാർക്ക് നൽകുക. ഇത് സേവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് ഏറെ മാർക്കുണ്ട്, അതുപോലെ തന്നെ വലത്ത് സൈഡിലേക്ക് ഏറെ മാർക്കുണ്ട്. ഞാനിപ്പോൾ താഴേക്കുള്ള ഏറെ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഗാലറി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ മുകളിൽ ലോഗോ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ലോഗോ തയ്യാറാക്കാനും ഈ ലോഗോകൾ നിങ്ങളുടെ കുട്ടികൾ അയച്ചു തരുന്ന ചിത്രത്തിന് മുകളിൽ ഉൾപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ദിനാചരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നല്ല ലോഗോകൾ നേരത്തെ തന്നെ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്